CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജുവിനോട് സംസാരിച്ച രീതി തെറ്റായിപ്പോയെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. സഞ്ജു രാഷ്ട്രീയക്കാരനാണെന്നോ CPIM ഏരിയ സെക്രട്ടറി ആണെന്നോ വാദിച്ചിരുന്നില്ല. താൻ അങ്ങോട്ട് പറയുകയായിരുന്നു. അത് തെറ്റായിപ്പോയെന്നും നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ അങ്ങോട്ട് വിളിച്ച് സഞ്ജുവിനായിട്ട് സംസാരിച്ചു. സഞ്ജു വളരെ പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തു. അന്നേരത്തെ അതായത് ഒരു മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഒരു വില്ലേജ് ഓഫീസർക്കുണ്ടാകുന്ന ടെൻഷൻ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ചത് മാത്രമാണ്. അപ്പോൾ അത് സഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ സഞ്ജുവിന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ അത് അന്നേരത്തെ ഒരു മാനസിക സംഘർഷം കൊണ്ടുണ്ടായതാണെന്നുള്ള രീതിയിൽ സഞ്ജുവും പറഞ്ഞു. പിന്നെ എൻ്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആ തരത്തിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് സഞ്ജുവിനോട്. എല്ലാം പരസ്പരം മറക്കുക, ക്ഷമിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. മാനുഷികമായിട്ടുള്ള നമ്മുടെ തെറ്റുകൾ നമ്മൾ പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ജോയിൻ ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് തെറ്റ് പറ്റി എന്ന് നമുക്ക് തോന്നുമെങ്കിൽ ആ തീർച്ചയായിട്ടും തെറ്റിന് നമുക്ക് ക്ഷമിക്കണം എന്ന് പറയാനുള്ള വിശാല മനസ്കത നമുക്കുണ്ട്, തോന്നിയിട്ടുണ്ട്. പിന്നെ അത് അന്നേരം പറഞ്ഞില്ലേ, നമുക്ക് ഒരു മാർച്ച് മാസത്തിൽ വരുന്ന ഒരു ടെൻഷൻ എന്ന് പറയുമ്പോൾ പെൻഡിങ് ഉള്ള കേസുകൾ എടുക്കുക, അത് എല്ലാ കണക്കുകളും ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു സിൻസിയറിറ്റിയാണ് നമ്മുടെ ഭാഗത്ത് വരുന്നത്. എല്ലാ കേസുകളും ക്ലോസ് ചെയ്യണം. സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, വില്ലേജ് ഓഫീസർ, നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് തിരുത്തുകയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു, ഞാൻ അങ്ങനെ ആ രീതിയിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ തെറ്റ് തിരുത്തുന്നു, അതിൽ ക്ഷമ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും തിരുത്താത്തൊരു കൂട്ടരുണ്ട്, അത് മാധ്യമങ്ങളാണ്. ഈ വില്ലേജ് ഓഫീസറുടെ വാക്കുകൾ വെച്ചുകൊണ്ട് സഞ്ജുവിനെതിരെ, പത്തനംതിട്ട ഏരിയ സെക്രട്ടറിക്കെതിരെ വാർത്ത കൊടുത്ത് CPMനെ അടിക്കാനുള്ളൊരു വടിയായി ഉപയോഗിച്ച മാധ്യമങ്ങൾ ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അവരുടെ വാർത്തകൾ അതേപടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം ഇപ്പോഴിതാ പുറത്തേക്ക് വില്ലേജ് ഓഫീസറുടെ വാക്കുകളിലൂടെ തന്നെ വരികയാണ്. തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ബൈറ്റിൻ്റെ ആ വില്ലേജ് ഓഫീസർ പറയുന്ന കൃത്യമായ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല. അത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് തെറ്റുപറ്റി, അതായത് താൻ അങ്ങനെ ചൂടായി സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റവും വലിയ വിമർശനത്തിനിട വരുത്തിയത് ഏരിയ സെക്രട്ടറി MV സഞ്ജുവിനെ വിളിച്ചിട്ട് സഞ്ജുവാണോ എന്ന് ചോദിച്ച ശേഷം താൻ കുടിശ്ശിക അടയ്ക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. സഞ്ജു ആ കാര്യം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞതുകൊണ്ട് വില്ലേജ് ഓഫീസർ പിന്നീട് നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരനാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ തട്ടിക്കയറുന്നത്. ഈ കാര്യത്തിൽ വില്ലേജ് ഓഫീസറിന് തെറ്റ് പറ്റിയെന്ന് തന്നെയാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. അതായത് സഞ്ജു ഇങ്ങോട്ട് ഞാൻ ഏരിയ സെക്രട്ടറിയാണ്, CPMന്റെ നേതാവാണ്, ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കയറി വില്ലേജ് ഓഫീസർ പറയുവാണ് നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരനാകും എന്ന്. അതായത് സഞ്ജു നികുതി അടയ്ക്കാൻ നിഷേധിക്കുന്നില്ല, നികുതി അടയ്ക്കാമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെയാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത് പിന്നീട് തട്ടിക്കയറി ക്ഷോഭിക്കുന്നത്. ഈ കാര്യത്തിലാണ് വില്ലേജ് ഓഫീസറിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുമായി ഉദ്യോഗസ്ഥ തർക്കത്തിൽ ഏർപ്പെടുന്നത് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ താങ്കൾ ഇന്ന വ്യക്തിയാണ്, ഇന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്ന് പറയുമ്പോഴാണ്. ഇവിടെ അത്തരത്തിലൊരു പരാമർശം MV സഞ്ജു നടത്തിയിരുന്നില്ല. അതിനു മുമ്പ് തന്നെയാണ് വില്ലേജ് ഓഫീസർ വളരെ മുമ്പേ തന്നെ പറയുന്നു നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരനാകാം, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിലും വില്ലേജ് ഓഫീസറിന്റെ വീഴ്ച പറ്റിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വില്ലേജ് ഓഫീസർ ജോലിയിൽ തിരികെ നാരങ്ങാനം വില്ലേജ് ഓഫീസറെ തന്നെ പ്രവേശിച്ചു. ഇനി മറ്റൊരു സ്ഥലമാറ്റത്തിന്റെ ആവശ്യമില്ലെന്നും ഏരിയ സെക്രട്ടറിയോടും പാർട്ടി ജില്ലാ സെക്രട്ടറിയോടൊക്കെ താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ഇരുവശത്തും ഉണ്ടായ ചില തെറ്റുകൾ എന്നാണ് വില്ലേജ് ഓഫീസർ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെച്ചത്. പിന്നീട് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് തനിക്ക് തെറ്റുപറ്റിയെന്നുള്ള കാര്യം കൂടി തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നത്. ശരി സുജു, വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. വില്ലേജ് ഓഫീസർ അയാൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുന്നു. പക്ഷേ തെറ്റായ വാർത്ത നൽകിയ CPIMനെ അടിക്കാനുള്ള വടിയായി ആ വില്ലേജ് ഓഫീസറെ ഉപയോഗിച്ച മാധ്യമങ്ങൾ അവരുടെ നിലപാടോ തെറ്റോ തിരുത്തിയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. വിവരങ്ങളാണ് സുജു നൽകിയത്.